നമസ്കാരം. നമ്മുടെ 10th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള സിലബസ് കംപ്ലീഷൻ ചലഞ്ചിൽ നമ്മൾ ഇന്ന് നോക്കുന്നത് ഫിസിക്കൽ സയൻസിൻ്റെ ഭാഗത്ത് വരുന്ന പ്രവൃത്തിയും ഊർജവും അതുപോലെ ഊർജവും അതിൻ്റെ പരിവർത്തനവും ഈ ഭാഗത്തുള്ള വീഡിയോ ആണ്. നമ്മുടെ 16ാമത്തെ വീഡിയോ ആണിത്. ഇതിനു മുമ്പുള്ള 15 വീഡിയോസും ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ കയറിയിട്ട് പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 10th പ്രിലിംസ് 2024-25 എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞ 15 വീഡിയോസും ലഭിക്കും. അപ്പോൾ നമുക്ക് ഈ വീഡിയോസിലേക്ക് പോയാലോ. പ്രവൃത്തിയും ഊർജവും അതുപോലെ ഊർജവും അതിൻ്റെ പരിവർത്തനവും ഈ ഭാഗം നമുക്കൊന്ന് റിവിഷൻ ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആവിഷ്കരിക്കപ്പെട്ട വർഷം ഏതാണ്? തിയറി ഓഫ് റിലേറ്റിവിറ്റി ആവിഷ്കരിക്കപ്പെട്ട വർഷം ഏതാണ്? ഏത് വർഷമായിരുന്നു? ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അല്ലെങ്കിൽ പൊതു ആപേക്ഷിക സിദ്ധാന്തം ഏത് വർഷമായിരുന്നു? 1915. 1915 പൊതു ആപേക്ഷിക സിദ്ധാന്തം അല്ലെങ്കിൽ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആവിഷ്കരിക്കപ്പെടുന്നത്. ആരായിരുന്നു അവതരിപ്പിച്ചത്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഇനി വിശിഷ്ട ആപേക്ഷിക സിദ്ധാന്തം അവതരിപ്പിക്കപ്പെട്ട വർഷം ഏതാണ്? വിശിഷ്ട ആപേക്ഷിക സിദ്ധാന്തം ആവിഷ്കരിക്കപ്പെട്ട വർഷം അല്ലെങ്കിൽ അവതരിപ്പിക്കപ്പെട്ട വർഷം ചോദിച്ചാൽ ഏതാ? അത് 1905 അപ്പോൾ 1905 വിശിഷ്ട ആപേക്ഷിക സിദ്ധാന്തവും 1915 പൊതു ആപേക്ഷിക സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരായിരുന്നു? ആൽബർട്ട് ഐൻസ്റ്റീൻ അല്ലേ. ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ആര് തന്നെയാ? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അതുപോലെ ഊർജ്ജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചതും ആര് തന്നെയാ? ആൽബർട്ട് ഐൻസ്റ്റീൻ അല്ലേ. എന്താ ഊർജ്ജ സംരക്ഷണ നിയമത്തിൽ പറയുന്നത്? ഒരു ഊർജ്ജത്തെ പുതുതായിട്ട് സൃഷ്ടിക്കാനോ അല്ലെങ്കിൽ നശിപ്പിക്കാനോ കഴിയില്ല. എന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? ഊർജ്ജ നഷ്ടമോ ലാഭമോ കൂടാതെ ഒരു രൂപത്തിലുള്ള ഊർജ്ജത്തെ എന്ത് ചെയ്യാൻ പറ്റും? മറ്റൊരു രൂപത്തിലുള്ള ഊർജ്ജമാക്കിയിട്ട് മാറ്റാൻ കഴിയും. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഊർജ സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. ഊർജ സംരക്ഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ് ചോദിച്ചാലും ആരാ? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. 1905 വിശിഷ്ട ആപേക്ഷിക സിദ്ധാന്തവും 1915 പൊതു ആപേക്ഷിക സിദ്ധാന്തവും അവതരിപ്പിച്ചത് ആര് തന്നെയാ? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് അല്ലെ. ഇതോടെ തന്നെ പഠിക്കുക. വേറെന്താ? ദേശീയ ഊർജ സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ചോദിച്ചാൽ ഏതാ? ഡിസംബർ 14 ഡിസംബർ 14 ദേശീയ ഊർജ സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം: യാന്ത്രികോർജം, വൈദ്യുതോർജം, താപോർജം എന്നിവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഗവേഷണം നടത്തിയ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ ആരാണ്? യാന്ത്രികോർജം, വൈദ്യുതോർജം, താപോർജം എന്നിവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഗവേഷണം നടത്തിയ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ ചോദിച്ചാൽ ആരാ? ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ ആട്ടോ. ആരാ? ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ ആണ്. ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ ആണ്. യാന്ത്രികോർജം, വൈദ്യുതോർജം, താപോർജം എന്നിവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഗവേഷണം നടത്തിയ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ ചോദിച്ചാൽ ആരാ? ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ ആണ്. ഇനി ഭൂമിയിലേക്ക് പതിക്കുന്ന ഉൽക്കയിൽ അടങ്ങിയിരിക്കുന്ന ഊർജം ഏതാണ്? ഭൂമിയിലേക്ക് പതിക്കുന്ന ഉൽക്കയിൽ അടങ്ങിയിരിക്കുന്ന ഊർജം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ബി ആണ്, ഗതികോർജമാണ്. ഏതാ? ഗതികോർജമാണ്. ഭൂമിയിലേക്ക് പതിക്കുന്ന ഒരു ഉൽക്കയുടെ ഊർജം ചോദിച്ചാൽ ഏതാ? ഗതികോർജമാണ്. ഇനി ഭൂമിയുടെ ഊർജത്തിന്റെ ഉറവിടം എന്നറിയപ്പെടുന്നത് ഏതാ? ഭൂമിയിലെ ഊർജത്തിന്റെ ഉറവിടം എന്നറിയപ്പെടുന്നത് സൂര്യൻ അല്ലെ. സൂര്യനാണ്. ഈ സൂര്യനിലെ ഊർജ ഉൽപാദനത്തെ കുറിച്ച് ആദ്യമായിട്ട് ശാസ്ത്രീയമായിട്ടും വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ ആരായിരുന്നു? വില്യം ഹാൻസ് ബർത്ത് ആട്ടോ. ഓപ്ഷൻ ബി ആണ്, ഹാൻസ് ബർത്ത് ആണ്. ആരാ? ഹാൻസ് ബർത്ത്. സൂര്യനിലെ ഊർജ ഉൽപാദനത്തെ കുറിച്ച് ആദ്യമായിട്ട് ശാസ്ത്രീയവും ആധികാരികവുമായിട്ട് വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ ചോദിച്ചാൽ ആരാ? വില്യം ഹാൻസ് ബർത്ത് അല്ലെ. വില്യം ഹാൻസ് ബർത്ത് ആണ്. ഇനി ശൂന്യതയിൽ സഞ്ചരിക്കാൻ കഴിയാത്ത ഊർജ രൂപം ഏതാണ്? ശൂന്യതയിൽ സഞ്ചരിക്കാൻ കഴിയാത്ത ഊർജ രൂപം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ സി ആണ്, ശബ്ദോർജമാട്ടോ. ഏതാ? ശബ്ദോർജമാണ്. അപ്പോൾ ശബ്ദത്തിന് സഞ്ചരിക്കാൻ എന്താവശ്യമുണ്ട്? മാധ്യമം ആവശ്യമാണ്. എട്ടാമത്തെ ചോദ്യം ഇതാണ്: ഒരു വസ്തു താഴേക്ക് പതിക്കുന്ന സമയത്ത് അതിന്റെ സ്ഥിതികോർജത്തിലുണ്ടാകുന്ന മാറ്റം. ഒരു വസ്തു താഴേക്ക് പതിക്കുന്ന സമയത്ത് അതിന്റെ സ്ഥിതികോർജത്തിലുണ്ടാകുന്ന മാറ്റം എന്താ? ഓപ്ഷൻ എ ആണ്, കുറയുകയാണ് ചെയ്യുന്നത്. ഒരു വസ്തു താഴേക്ക് പതിക്കുന്ന സമയത്ത് അതിന്റെ സ്ഥിതികോർജം എന്താ ചെയ്യുന്നത്? കുറയുകയാണ് ചെയ്യുന്നത്. ഇനി ഒൻപതാമത്തെ ചോദ്യം: ഉയരം കൂടുന്നതനുസരിച്ച് സ്ഥിതികോർജത്തിലുണ്ടാകുന്ന മാറ്റം എന്താ? ഉയരം കൂടുന്നതനുസരിച്ച് സ്ഥിതികോർജത്തിലുണ്ടാകുന്ന മാറ്റം
മാറ്റം എന്തായിരിക്കും? ഉയരം കൂടുന്നതനുസരിച്ചിട്ട് കൂടുകയാണ് ചെയ്യുന്നത് അല്ലെ. ഓപ്ഷൻ ഡി ആണ്, കൂടുകയാണ് ചെയ്യുന്നത്. ഉയരം കൂടുന്നതനുസരിച്ച് സ്ഥിതികോർജ്ജത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്തായിരിക്കും? കൂടുകയാണ് ചെയ്യുന്നത്. ഒരു വസ്തുവിന് സ്ഥാനം മൂലം ലഭിക്കുന്ന ഊർജ്ജമാണ് ഏത്? സ്ഥിതികോർജ്ജം എന്ന് പറയുന്നത്. ഒരു വസ്തുവിന് സ്ഥാനം മൂലം സംഭവിക്കുന്ന ഊർജ്ജമാണ് ഏത്? സ്ഥിതികോർജ്ജം അല്ലെ. സ്ഥിതികോർജ്ജം കാണാനുള്ള ഇക്വേഷൻ എന്താ? mgh അല്ലെ. mgh ആണ്. സ്ഥിതികോർജ്ജം കാണാനുള്ള ഇക്വേഷൻ എന്താ? mgh എന്ന കാര്യം ഓർത്തു വെക്കുക. അതിൽ m എന്താ? m എന്ന് പറയുന്നത് എന്തായിരിക്കും? വസ്തുവിന്റെ മാസ് ആട്ടോ. വസ്തുവിന്റെ പിണ്ഡമാണ് m എന്ന് പറയുന്നത്. g എന്ന് പറയുന്നത് ഗുരുത്വം മൂലമുള്ള ത്വരണമാണ്. g എന്ന് പറയുന്നത് ത്വരണമാണ്. h എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്, അല്ലെങ്കിൽ ഉയരമാണ്. 10ാമത്തെ ചോദ്യം, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയാക്കുകയാണെങ്കിൽ അതിന്റെ ഗതികോർജ്ജത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്താ? ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയാക്കുകയാണെങ്കിൽ അതിന്റെ ഗതികോർജ്ജത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്തായിരിക്കും? ഗതികോർജ്ജത്തിൽ ഉണ്ടാകുന്ന മാറ്റം 4 ഇരട്ടിയാകും. ഓപ്ഷൻ ബി ആണ്, 4 ഇരട്ടിയാകും. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയാക്കുകയാണെങ്കിൽ അതിന്റെ ഗതികോർജ്ജം എന്താവുക ചെയ്യുന്നത്? 4 ഇരട്ടിയാകുകയാണ് ചെയ്യുന്നത്. ഇനി ഗതികോർജ്ജം കാണാനുള്ള ഇക്വേഷൻ എന്താ? ഗതികോർജ്ജം കാണാനുള്ള ഇക്വേഷൻ ഹാഫ് mv² അല്ലെ. ഹാഫ് mv² ആണ് ഏതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്? ഗതികോർജ്ജം കാണാനുള്ള ഇക്വേഷൻ ആണ് ഇത്, ഹാഫ് mv². m എന്ന് പറയുന്നത് എന്താ? വസ്തുവിന്റെ മാസാണ്. v എന്ന് പറയുന്നത് വസ്തുവിന്റെ പ്രവേഗം കേട്ടോ. m എന്ന് പറയുന്നത് വസ്തുവിന്റെ പിണ്ഡമാണ്. v എന്ന് പറയുന്നത് എന്താ? വസ്തുവിന്റെ പ്രവേഗവുമാണ്. 11ാമത്തെ ചോദ്യം, വസ്തുവിന്റെ ഭാരവും വേഗതയും കൂടുന്നതനുസരിച്ച് ഗതികോർജ്ജത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണ്? വസ്തുവിന്റെ ഭാരവും വേഗതയും കൂടുന്നതനുസരിച്ചിട്ട് ഗതികോർജ്ജത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം ചോദിച്ചാൽ എന്തായിരിക്കും? ഓപ്ഷൻ ബി ആണ്, കൂടുകയാണ് ചെയ്യുന്നത്. വസ്തുവിന്റെ ഭാരവും വേഗതയും കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഗതികോർജ്ജം കൂടുകയാണ് ചെയ്യുന്നത്. ഇനി ഗുരുത്വാകർഷണ ത്വരണത്തിന്റെ വില എത്രയാണ്? ഗുരുത്വാകർഷണ ത്വരണത്തിന്റെ വില എത്രയാണ്? അതായത് സ്മോൾ ജിയുടെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയായിരിക്കും? 9.82 മീറ്റർ പെർ സെക്കൻഡ് ആട്ടോ. ഓപ്ഷൻ ബി ആണ്, 9.82 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. 13ാമത്തെ ചോദ്യം, സ്ഥിതികോർജ്ജം കാണാനുള്ള ഇക്വേഷൻ ഏതാണ്? സ്ഥിതികോർജ്ജം കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞതായിരുന്നു, എന്തായിരുന്നു? mgh ആണ് അല്ലെ. ഓപ്ഷൻ സി ആണ്, mgh ആണ്. m എന്ന് പറയുന്നത് വസ്തുവിന്റെ പിണ്ഡമാണ്. g എന്ന് പറയുന്നത് ഗുരുത്വം മൂലമുള്ള ത്വരണമാണ്. h എന്ന് പറയുന്നത് ഉയരമാണ്. തൊട്ടു മുമ്പേ നമ്മൾ പഠിച്ചു ഭൂഗുരുത്വ ത്വരണത്തിന്റെ വില, അതായത് സ്മോൾ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 9.8 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. പക്ഷെ ക്വസ്റ്റ്യനിൽ അധികം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ തന്നെ ക്വസ്റ്റ്യനിൽ ജി നമ്മളോട് 10 ആയിട്ട് എടുക്കാനായിരിക്കും പലർക്കും പറയാറ് കേട്ടോ. 14ാമത്തെ ചോദ്യം, കുലച്ചു വെച്ച ഒരു വില്ലിനുണ്ടാകുന്ന ഊർജം ഏതാണ്? കുലച്ചു വെച്ച ഒരു വില്ലിനുണ്ടാകുന്ന ഊർജം ഏതായിരിക്കും? സ്ഥിതികോർജ്ജം അല്ലെ. ഓപ്ഷൻ സി ആണ്, സ്ഥിതികോർജ്ജമാണ്. സ്പ്രിങ് അമർത്തുക അല്ലെങ്കിൽ വലിക്കുകയോ ചെയ്യുന്ന സമയത്ത്, അതുപോലെ കുലച്ചു വെച്ച വില്ല്, വലിച്ചു നിർത്തിയിരിക്കുന്ന റബ്ബർ ബാൻഡ്, ഇതിലൊക്കെ എന്തായിരിക്കും? സ്ഥിതികോർജ്ജത്തിന്റെ ഉദാഹരണങ്ങൾ കേട്ടോ. സ്ഥിതികോർജ്ജത്തിന്റെ രൂപമാറ്റം കാരണം വസ്തുക്കൾക്ക് ലഭ്യമാകുന്ന സ്ഥിതികോർജ്ജത്തിന്റെ ഉദാഹരണങ്ങളാണ് ഏതൊക്കെ? സ്പ്രിങ് അമർത്തി വെക്കുക അല്ലെങ്കിൽ വലിച്ചു വെക്കുക, കുലച്ചു വെച്ച വില്ല്, അതുപോലെ വലിച്ചു നിർത്തിയിരിക്കുന്ന റബ്ബർ ബാൻഡ്. ഇതൊക്കെ എന്താണ്? രൂപമാറ്റം കാരണം വസ്തുക്കൾക്ക് ലഭ്യമാകുന്ന സ്ഥിതികോർജ്ജത്തിന് ഉദാഹരണങ്ങളാണ് ഇപ്പൊ പറഞ്ഞത് കേട്ടോ. ഇനി 15ാമത്തെ ചോദ്യം, ഗതികോർജ്ജം കാണാനുള്ള ഇക്വേഷൻ ഏതാണ്? ഗതികോർജ്ജം കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞു ഏതാ? ഹാഫ് mv² ആണ് അല്ലെ. ഹാഫ് mv² ആണ്. m എന്ന് പറയുന്നത് പിണ്ഡമാണ്. v എന്ന് പറയുന്നത് വസ്തുവിന്റെ പ്രവേഗവുമാണ്. 16ാമത്തെ ചോദ്യം, ഒഴുകുന്ന ജലം, വീഴുന്ന വസ്തുക്കൾ, പായുന്ന ബുള്ളറ്റ് എന്നിവയിലെ ഊർജം ഏതാണ്? ഒഴുകുന്ന ജലം, വീഴുന്ന വസ്തുക്കൾ, പായുന്ന ബുള്ളറ്റ് എന്നിവയിലെ ഊർജം ചോദിച്ചാൽ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ്, ഗതികോർജ്ജമാണ് അല്ലെ. ഗതികോർജ്ജമാണ്. നമ്മൾ പറഞ്ഞു ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയാക്കുകയാണെങ്കിൽ അതിന്റെ ഗതികോർജ്ജത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? 4 ഇരട്ടിയാവും എന്ന് പറഞ്ഞായിരുന്നു അല്ലെ. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം നമ്മൾ ഇരട്ടിയാക്കിയാൽ അതിന്റെ ഗതികോർജ്ജം എന്ത് ചെയ്യും? 4 ഇരട്ടിയാവും നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ തന്നെ വേറെ കാര്യം കൂടെ ഓർത്തു വെക്കുക, പ്രവൃത്തിയുടെ അളവ് വസ്തുവിന് ലഭിക്കുന്ന ഗതികോർജ്ജത്തിന് എന്തായിരിക്കും? തുല്യമായിരിക്കും. പ്രവൃത്തിയുടെ അളവ് വസ്തുവിന് ലഭിക്കുന്ന ഗതികോർജ്ജത്തിന് എന്തായിരിക്കും? തുല്യമായിരിക്കും. ഗതികോർജ്ജം എപ്പോഴും പോസിറ്റീവോ പൂജ്യമോ ആയിരിക്കും. ഗതികോർജ്ജം എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് അല്ലെങ്കിൽ പൂജ്യമായിരിക്കും.
ഇനി 17ാമത്തെ ചോദ്യം, ഒരു യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തിയുടെ നിരക്കിനെ പറയുന്നത് എന്താണ്? ഒരു യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തിയുടെ നിരക്കിനെ പറയുന്നതാണ് എന്ത്? പവർ എന്നാ പറയല്ലേ. എന്താണ്? പവർ എന്നാണ് പറയുന്നത്. ഓപ്ഷൻ സി ആണ്, പവർ ആണ്. ഒരു യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തിയുടെ നിരക്കിനെയാണ് എന്തെന്ന് പറയുന്നത്? പവർ എന്ന് പറയുന്നത്. പവർ കാണാനുള്ള ഇക്വേഷൻ എന്താ? W/T ആണ്. വർക്ക് ബൈ ടൈം ആണ്. വർക്ക് ബൈ ടൈം ആണ് എന്തെന്ന് പറയുന്നത്? പവർ എന്ന് പറയുന്നത്. പ്രവൃത്തി ബൈ സമയമാണ് എന്തെന്ന് പറയുന്നത്? പവർ എന്ന് പറയുന്നത്. പവർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അല്ലെങ്കിൽ അഥവാ പ്രവൃത്തിയുടെ നിരക്കിനെയാണ് പവർ എന്ന് പറയുന്നത്. പവറിന്റെ യൂണിറ്റുകൾ ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചോ. വാട്ട് അല്ലെങ്കിൽ ജൂൾ പെർ സെക്കൻഡ്, അതുപോലെ ഹോഴ്സ് പവർ കേട്ടോ. വാട്ട് അതുപോലെ ജൂൾ പെർ സെക്കൻഡ്, ഹോഴ്സ് പവർ ഒക്കെ എന്താണ്? പവറിന്റെ യൂണിറ്റുകളാണ്. 18ാമത്തെ ചോദ്യം, ചലനം മൂലം ഒരു വസ്തുവിന് ലഭിക്കുന്ന ഊർജം ഏതാണ്? ചലനം മൂലം ഒരു വസ്തുവിന് ലഭിക്കുന്ന ഊർജമാണ് ഏത്? ഗതികോർജമാണ്. ഓപ്ഷൻ സി ആണ്, ഗതികോർജമാണ്. ചലനം മൂലം ഒരു വസ്തുവിന് ലഭിക്കുന്ന ഊർജമാണ് ഏത്? ഗതികോർജം. 19ാമത്തെ ചോദ്യം, ഒരു വസ്തുവിന് അതിന്റെ സ്ഥാനം കൊണ്ട് രൂപീകൃതമാകുന്ന ഊർജം ഏതാ? ഒരു വസ്തുവിന് അതിന്റെ സ്ഥാനം കൊണ്ട് രൂപീകൃതമാകുന്ന ഊർജമാണ് ഏതെന്ന് പറയുന്നത്? സ്ഥിതികോർജം അല്ലെ. ഓപ്ഷൻ ബി, സ്ഥിതികോർജം. 20ാമത്തെ ചോദ്യം, ജലസംഭരണിയിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ജലത്തിന് ലഭ്യമാകുന്ന ഊർജം ഏതാണ്? ജലസംഭരണിയിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ജലത്തിന് ലഭ്യമാകുന്ന ഊർജം ചോദിച്ചാൽ ഏതായിരിക്കും? സ്ഥിതികോർജം അല്ലെ. ഓപ്ഷൻ എ ആണ്, സ്ഥിതികോർജമായിരിക്കും. 21ാമത്തെ ചോദ്യം, ഊർജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാ? ഊർജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ നമ്മൾ പറഞ്ഞതാണ് ആരായിരുന്നു? ഓപ്ഷൻ സി ആണ്, ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. 22ാമത്തെ ചോദ്യം, പവറിന്റെ യൂണിറ്റ് എന്താണ്? പവറിന്റെ യൂണിറ്റ് നമ്മൾ 3 യൂണിറ്റ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാ? വാട്ട് അല്ലെങ്കിൽ ജൂൾ പെർ സെക്കൻഡ് അല്ലെങ്കിൽ ഹോഴ്സ് പവർ. ഇതൊക്കെ എന്താണ്? പവറിന്റെ യൂണിറ്റുകളാണ്. അപ്പോൾ തന്നിരിക്കുന്നതിൽ ഏത് മാത്രമേ ഉള്ളൂ? വാട്ടേ ഉണ്ടുള്ളൂ, പവറിന്റെ യൂണിറ്റ് ഉള്ളൂ. 23ാമത്തെ ചോദ്യം, ഒരു സെക്കൻഡിൽ ചെയ്ത പ്രവൃത്തിയുടെ അളവിനെ പറയുന്നത് എന്താണ്? ഒരു സെക്കൻഡിൽ ചെയ്ത പ്രവൃത്തിയുടെ അളവിനെ പറയുന്നത് എന്താ? പവർ എന്നാലേ, പവർ എന്നാണ്. 24, 100 ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ ഉയർത്താൻ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവ് ഏതായിരിക്കും? 100 ഗ്രാം മാസുള്ള ഒരു വസ്തു 1 മീറ്റർ ഉയർത്താൻ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവിനെ പറയുന്നതാണ് എന്തെന്ന്? 1 ജൂൾ എന്ന് പറയുന്നത്. എന്തായിരിക്കും? 1 ജൂൾ ആയിരിക്കും. 100 ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ ഉയർത്താൻ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവാണ് എത്ര? 1 ജൂൾ എന്ന് പറയുന്നത്. ഇനി 25ാമത്തെ ചോദ്യം, ഊർജം എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചതാരാണ്? ഊർജം എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചതാരാ? തോമസ് യങ് ആട്ടോ. ഓപ്ഷൻ ബി ആണ്, തോമസ് യങ് ആണ്. 26ാമത്തെ ചോദ്യം, ഒരു വാട്ട് അവർ എന്ന് പറഞ്ഞാൽ എത്ര ജൂളാണ്? ഒരു വാട്ട് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ജൂളായിരിക്കും? 3600 ജൂളായിരിക്കും. ഓപ്ഷൻ ബി ആണ്, 3600 ജൂളായിരിക്കും. ഒരു വാട്ട് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 3600 ജൂളായിരിക്കും. ഇനി 27ാമത്തെ ചോദ്യം, പ്രയോഗിക്കുന്ന ബലത്തിന്റെ അതേ ദിശയിലാണ് സ്ഥാനാന്തരമെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തി എന്തായിരിക്കും? നമ്മൾ ഒരു വശത്തേക്കൊരു പ്രവൃത്തി ബലം പ്രയോഗിച്ചു, അതേ ദിശയിലേക്ക് ആ വസ്തുവിന് സ്ഥാനാന്തരം സംഭവിച്ചു കഴിഞ്ഞാൽ ആ പ്രവൃത്തിയെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? പോസിറ്റീവ് പ്രവൃത്തി അല്ലെ. ഓപ്ഷൻ ബി ആണ്, പോസിറ്റീവ് പ്രവൃത്തിയായിരിക്കും. 28ാമത്തെ ചോദ്യം, പ്രയോഗിക്കുന്ന ബലത്തിന്റെ എതിർദിശയിലാണ് സ്ഥാനാന്തരം സംഭവിക്കുന്നതെങ്കിൽ എന്തായിരിക്കും? നമ്മൾ ഒരു പുസ്തകത്തെ മേശയിൽ നിന്ന് ഒരു വശത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു? ബലം കൊടുത്തു. ആ ബലത്തിന് എതിരായിക്കൊണ്ട് നമുക്കെതിരായിക്കൊണ്ട് എന്ത് ചെയ്യാണ്? ആ ബുക്ക് നമുക്ക് ബലം പ്രയോഗിക്കുകയാണെങ്കിൽ അതെന്താണ്? അത് നെഗറ്റീവ് പ്രവൃത്തിയായിരിക്കും. അത് നെഗറ്റീവ് പ്രവൃത്തിയാണ്. മറിച്ച് നമ്മൾ മേശപ്പുറത്തിരിക്കുന്ന ആ ബുക്ക് നമ്മൾ മുന്നിലേക്ക് തള്ളുന്ന സമയത്ത് മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ആ പ്രവൃത്തി എന്തായിരിക്കും? അത് പോസിറ്റീവാണ്. തിരിച്ചാണ് സംഭവിക്കുന്നതെങ്കിലോ, എതിർദിശയിലാണ് സംഭവിക്കുന്നതെങ്കിൽ എന്താ? അത് നെഗറ്റീവാണ്. 29ാമത്തെ ചോദ്യം, ബലത്തിന്റെ CGS യൂണിറ്റ് എന്താണ്? ബലത്തിന്റെ CGS യൂണിറ്റ് ചോദിച്ചാൽ എന്താ? ഡൈൻ ആണ്. ഓപ്ഷൻ എ ആണ്, ഡൈൻ ആണ്. 30ാമത്തെ ചോദ്യം, 1 ജൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എർഗാം? 1 ജൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എർഗ? 10⁻⁷ എർഗ കേട്ടോ. 10⁻⁷ എർഗാണ് എന്തെന്ന് പറയുന്നത്? 1 ജൂൾ എന്ന് പറയുന്നത്. ഒരു വാട്ട് അവർ എന്ന് പറഞ്ഞാൽ എത്ര ജൂളായിരുന്നു? 3600 ജൂളാണ്. ഇനി 31, പ്രവൃത്തിയുടെ CGS യൂണിറ്റ് എന്താണ്?
പ്രവൃത്തിയുടെ CGS യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, എർഗ് എന്ന് പറയുന്നത് അല്ലെ. പ്രവൃത്തിയുടെ CGS യൂണിറ്റ് ആണ് എർഗ് എന്ന് പറയുന്നത്. 10/7 എർഗ് ആണ് ഒരു ജൂൾ എന്ന് പറയുന്നത്. 32ാമത്തെ ചോദ്യം, തറയിലിരിക്കുന്ന ഒരു വസ്തുവിനെ വലിക്കുമ്പോൾ ബലം പ്രയോഗിക്കുന്നതിന്റെ എതിർദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരമുണ്ടെങ്കിൽ തറ പ്രയോഗിച്ച ഘർഷണ ബലം ചെയ്ത പ്രവൃത്തി ഏതാണ്? തറയിലിരിക്കുന്ന ഒരു വസ്തുവിനെ വലിക്കുമ്പോൾ ബലം പ്രയോഗിക്കുന്നതിൻ്റെ എതിർദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരമുണ്ടെങ്കിൽ തറ പ്രയോഗിച്ച ഘർഷണ ബലം ചെയ്ത പ്രവൃത്തി എന്തായിരിക്കും? നെഗറ്റീവായിരിക്കും കേട്ടോ. എന്തായിരിക്കും? നെഗറ്റീവായിരിക്കും. ഇനി 33ാമത്തെ ചോദ്യം, തറയിലിരിക്കുന്ന ഒരു വസ്തുവിനെ വലിക്കുന്ന സമയത്ത് ബലം പ്രയോഗിക്കുന്ന ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരമുണ്ടെങ്കിൽ ഈ ബലം ചെയ്ത പ്രവൃത്തി എന്തായിരിക്കും? പോസിറ്റീവ് പ്രവൃത്തിയായിരിക്കും. ഓപ്ഷൻ എ ആണ്, പോസിറ്റീവ് പ്രവൃത്തിയാണ്. 34, പ്രവൃത്തി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? പ്രവൃത്തി കാണാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? ബലം ഇൻറ്റു സ്ഥാനാന്തരമാണ്. ബലം ഇൻറ്റു സ്ഥാനാന്തരമാണ്. ഓപ്ഷൻ ബി ആണ്, ബലം ഇൻറ്റു സ്ഥാനാന്തരമാണ് പ്രവൃത്തി എന്ന് പറയുന്നത്. 35, ജൂൾ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാ? ജൂൾ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാ? ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ ആണ് അല്ലെ. ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ ആണ്. 36, പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താ? ഓപ്ഷൻ സി ആണ്, ന്യൂട്ടൺ മീറ്റർ ആണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് ചോദിച്ചാൽ എന്താ? ന്യൂട്ടൺ മീറ്റർ ആണ്. ഇനി അടുത്തത് 37ാമത്തെ ചോദ്യം, പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? പ്രവൃത്തിക്ക് ഒരു യൂണിറ്റ് കൂടിയുണ്ട്. നമ്മൾ തൊട്ടുമുന്നേ പഠിച്ചത് ജൂൾ ആണെങ്കിൽ, ന്യൂട്ടൺ മീറ്റർ ആണെങ്കിൽ പ്രവൃത്തിയുടെ മറ്റൊരു യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ജൂൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 2 യൂണിറ്റ് പഠിച്ചു നോക്കുക പ്രവൃത്തിയുടേത്. ഒന്ന് ജൂൾ ആണ്, മറ്റൊന്ന് എന്താ? ന്യൂട്ടൺ മീറ്റർ ആണ്. ഒരു ജൂൾ എന്ന് പറഞ്ഞാൽ എന്താ? 1 ന്യൂട്ടൺ മീറ്റർ ആണ്. 1000 ജൂൾ എന്ന് പറയുന്നത് 1 കിലോ ജൂൾ ആണ്. 1000 ജൂൾ എന്ന് പറയുന്നത് 1 കിലോ ജൂൾ ആണ്. 1 ജൂൾ 1 ന്യൂട്ടൺ മീറ്റർ ആണ്. അപ്പോൾ എന്താ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്ന സമയത്ത് ആ വസ്തുവിന് ബലം പ്രയോഗിച്ച ദിശയിൽ സ്ഥാനാന്തരം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രവൃത്തി ചെയ്തതായിട്ട് കണക്കാക്കപ്പെടുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്? പ്രവൃത്തി ഈസ് ഈക്വൽ ടു ബലം ഇൻറ്റു സ്ഥാനാന്തരമാണ്. അപ്പോൾ പ്രവൃത്തിയുടെ യൂണിറ്റ് 2 പഠിച്ചു. ഒന്ന് ജൂൾ ആണ്, അതുപോലെ ഒന്ന് ന്യൂട്ടൺ മീറ്റർ ആണ്. 38ാമത്തെ ചോദ്യം, സൂര്യനിലെ ഊർജ്ജ ഉൽപാദനത്തെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? സൂര്യനിലെ ഊർജ്ജ ഉൽപാദനത്തെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാ? ഓപ്ഷൻ സി ആണ്, വില്യം ഹാൻസ്ബർത്ത് ആണ്. ഭൂമിയിലെ ഊർജ്ജത്തിന്റെ ഉറവിടം നമ്മൾ പറഞ്ഞു എന്തായിരുന്നു? സൂര്യനാണ്. ജ്വലനത്തിന് സഹായിക്കുന്ന വാതകം ഏതാണ്? ജ്വലനത്തിന് സഹായിക്കുന്ന വാതകം ഏതാ? ജ്വലനത്തിന് സഹായിക്കുന്ന ഓപ്ഷൻ സി ആണ്, ഓക്സിജൻ ആണ് കേട്ടോ. ഓക്സിജൻ ആണ് ജ്വലനത്തിന് സഹായിക്കുന്നത്. 41ാമത്തെ ചോദ്യം, കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കൾ ഏതാണ്? കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളെയാണ് നമ്മൾ ഇന്ധനങ്ങൾ എന്നറിയപ്പെടുന്നത്. 42, ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം കൊണ്ടുണ്ടാകുന്ന ഊർജമാണ് ഡാഷ്. ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് എന്തെന്ന് പറയുന്നത്? സ്ഥിതികോർജമാണല്ലേ. ഓപ്ഷൻ ബി ആണ്, സ്ഥിതികോർജമാണ്. 43, തിയറി ഓഫ് റിലേറ്റിവിറ്റി ആവിഷ്കരിച്ച വ്യക്തി ആരാ? തിയറി ഓഫ് റിലേറ്റിവിറ്റി ആവിഷ്കരിച്ച വ്യക്തി ആരായിരുന്നു? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഓപ്ഷൻ സി ആണ്, ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഊർജ്ജ സംരക്ഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ് ചോദിച്ചാലും ആര് തന്നെയാ? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. 45ാമത്തെ ചോദ്യം, ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ടുണ്ടാകുന്ന ഊർജ്ജം ഏതാണ്? ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് എന്തെന്ന് പറയുന്നത്? ഗതികോർജമാണ്. ഓപ്ഷൻ സി ആണ്, ഗതികോർജമാണ്. 46, ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയാക്കിയാൽ ഗതികോർജത്തിലുണ്ടാകുന്ന വ്യത്യാസം എന്തായിരിക്കും? ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയാക്കി കഴിഞ്ഞാൽ അതിന്റെ ഗതികോർജത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം നമ്മൾ പറഞ്ഞു എന്താ? 4 മടങ്ങ് വർദ്ധിക്കുന്നതാണ്. 47, ജലസംഭരണിയിൽ ശേഖരിച്ചു വെച്ച ജലത്തിന് ലഭ്യമാകുന്ന ഊർജം ഏതാണ്? ജലസംഭരണിയിൽ ശേഖരിച്ചു വെച്ച ജലത്തിന് ലഭ്യമാകുന്ന ഊർജം എന്താ? സ്ഥിതികോർജമാണ് അല്ലെ. ഓപ്ഷൻ എ ആണ്, സ്ഥിതികോർജം. 48, ഒഴുകുന്ന ജലത്തിന്റെ ഊർജം എന്താണ്? ഒഴുകുന്ന ജലത്തിന്റെ ഊർജം എന്തായിരിക്കും? ഗതികോർജമാണ് അല്ലെ. ഓപ്ഷൻ ബി ആണ്, ഗതികോർജമാണ്. 49, ഉയരം കൂടുന്നതനുസരിച്ച് വസ്തുവിന്റെ സ്ഥിതികോർജത്തിലുണ്ടാകുന്ന വ്യത്യാസം എന്താ? ഉയരം കൂടുന്നതനുസരിച്ച് വസ്തുവിന്റെ സ്ഥിതികോർജത്തിലുണ്ടാകുന്ന വ്യത്യാസം എന്തായിരിക്കും?
കൂടുകയാണ് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ആണ് കൂടുന്നു. ഉയരം കൂടുന്നതനുസരിച്ച് വസ്തുവിന്റെ സ്ഥിതികോർജം കൂടുകയാണ്. 50ാമത്തെ ചോദ്യം, ഊർജം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തി ആരാ? ഊർജം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തി ആരാ? ഓപ്ഷൻ സി ആണ് തോമസ് യങ് ആണ്. അല്ലെ, ആരാ? തോമസ് യങ് ആണ്. 51, ഊർജത്തിന്റെ CGS യൂണിറ്റ് എന്താ? ഊർജത്തിന്റെ CGS യൂണിറ്റ് എന്താ? എർഗ് ആണ്. അല്ലെ, ഓപ്ഷൻ സി ആണ് എർഗ് ആണ്. ഊർജത്തിന്റെ CGS യൂണിറ്റ് ആണ് എന്ത്? എർഗ്. ഇനി ഊർജത്തിന്റെ SI യൂണിറ്റ് എന്താണ്? ഊർജത്തിന്റെ SI യൂണിറ്റ് ആണ് ജൂൾ എന്ന് പറയുന്നത്. 53, പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഓപ്ഷൻ ഡി ആണ് ഊർജം എന്നാണ്. ഇനി 54, ഇസ്തിരിപ്പെട്ടിയിൽ ഏതുതരം ഊർജ്ജമാറ്റമാണ് സംഭവിക്കുന്നത്? ഇസ്തിരിപ്പെട്ടിയിൽ ഏതുതരം ഊർജ്ജമാറ്റമാണ് സംഭവിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് വൈദ്യുതോർജ്ജം എന്തായിട്ട് മാറുന്നു? താപോർജ്ജമായിട്ട് മാറുന്നു. ഇനി മെഴുകുതിരി കത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം ഏതാ? മെഴുകുതിരി കത്തുമ്പോൾ ലഭിക്കുന്ന ഊർജ്ജമാറ്റം എന്തായിരിക്കും? ഓപ്ഷൻ സി ആണ് രാസോർജ്ജം എന്തായിട്ട് മാറുന്നുണ്ട്? പ്രകാശോർജ്ജമായിട്ടും താപോർജ്ജമായിട്ടും മാറുന്നുണ്ട്. 56, ലൗഡ് സ്പീക്കറിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഏതാ? ലൗഡ് സ്പീക്കറിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താ? ഓപ്ഷൻ എ ആണ് വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായിട്ട് മാറുന്നു. 57, ആവിയന്ത്രത്തിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം ഏതാ? ആവിയന്ത്രത്തിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ് താപോർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നു. 58, പ്രകാശ സംശ്ലേഷണ സമയത്ത് നടക്കുന്ന ഊർജ്ജ പരിവർത്തനം ഏതാ? പ്രകാശ സംശ്ലേഷണ സമയത്ത് നടക്കുന്ന ഊർജ പരിവർത്തനം എന്താ? ഓപ്ഷൻ ബി ആണ് പ്രകാശോർജം രാസോർജമായിട്ട് മാറുന്നു. 59, രാസോർജത്തെ താപോർജവും പ്രകാശോർജവും ആക്കിയിട്ട് മാറ്റുന്ന ഉപകരണം ഏതാ? രാസോർജത്തെ താപോർജവും പ്രകാശോർജവുമാക്കിയിട്ട് മാറ്റുന്ന ഉപകരണം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ സി ആണ് ഗ്യാസ് സ്റ്റവ് ആട്ടോ. തന്നിരിക്കുന്നതിൽ ഗ്യാസ് സ്റ്റവ് ആണ്. 60, മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏതാ? മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ പരിവർത്തനമാണ്. ഓപ്ഷൻ ഡി ആണ് ശബ്ദോർജം വൈദ്യുതോർജമായിട്ട് മാറ്റുന്നു. 61, വൈദ്യുതോർജം യാന്ത്രികോർജമാക്കി മാറ്റുന്ന ഉപകരണം ഏതാ? വൈദ്യുതോർജം യാന്ത്രികോർജമാക്കിയിട്ട് മാറ്റുന്ന ഉപകരണം ഏതാ? ഓപ്ഷൻ ബി ആണ് ഇലക്ട്രിക് മോട്ടർ ആണ്. 62, ഇലക്ട്രിക് ബൾബിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏതാ? ഇലക്ട്രിക് ബൾബിൽ നടക്കുന്ന ഊർജ പരിവർത്തനമാണ്. ഓപ്ഷൻ സി ആണ് വൈദ്യുതോർജം താപോർജമായിട്ടും അതുപോലെ പ്രകാശോർജമായിട്ടും മാറുന്നുണ്ട്. 63, വൈദ്യുതോർജത്തെ താപോർജമാക്കി മാറ്റുന്ന ഉപകരണം ഏതാ? വൈദ്യുതോർജത്തെ താപോർജമാക്കിയിട്ട് മാറ്റുന്ന ഉപകരണം ഏതാ? ഓപ്ഷൻ എ ആണ് ഇലക്ട്രിക് ഹീറ്റർ. അല്ലെ, ഇലക്ട്രിക് ഹീറ്റർ ആണ്. 64, വൈദ്യുതോർജത്തെ താപോർജമാക്കി മാറ്റുന്ന ഉപകരണം ഏതാ? വൈദ്യുതോർജത്തെ താപോർജമാക്കിയിട്ട് മാറ്റുന്ന ഉപകരണമാണ്. ഓപ്ഷൻ സി ആണ് ഇലക്ട്രിക് ഓവൻ ആട്ടോ. ഓപ്ഷൻ സി ഇലക്ട്രിക് ഓവന്. 65, വൈദ്യുതോർജത്തെ ശബ്ദോർജമാക്കി മാറ്റുന്ന ഉപകരണം ഏതാ? വൈദ്യുതോർജത്തെ ശബ്ദോർജമാക്കിയിട്ട് മാറ്റുന്ന ഉപകരണമാണ്. ഓപ്ഷൻ എ ആണ് ഇലക്ട്രിക് ബെല്ലാണ്. 66ാമത്തെ ചോദ്യം, സോളാർ സെല്ലിലെ ഊർജ പരിവർത്തനം ഏതാ? സോളാർ സെല്ലിലെ ഊർജ പരിവർത്തനം ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ് സൗരോർജം വൈദ്യുതോർജമാക്കിയിട്ട് മാറ്റുന്നു. 67, ഇലക്ട്രിക് ഫാനിൽ ഏതുതരം ഊർജ പരിവർത്തനമാണ് നടക്കുന്നത്? ഇലക്ട്രിക് ഫാനിൽ നടക്കുന്നത് എന്താ? ഓപ്ഷൻ എ ആണ് വൈദ്യുതോർജം യാന്ത്രികോർജമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. 68, ഡൈനാമോയിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏതാണ്? ഡൈനാമോയിൽ നടക്കുന്ന ഊർജ പരിവർത്തനമാണ്. ഓപ്ഷൻ ബി യാന്ത്രികോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നു. 69, വൈദ്യുത ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏതാ? വൈദ്യുത ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏതാ? ഓപ്ഷൻ എ ആണ് യാന്ത്രികോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നു. 70ാമത്തെ ചോദ്യം, 1 ജൂൾ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ജൂൾ പെർ സെക്കൻഡിന് സമാനമായത് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് 1 ജൂൾ പെർ സെക്കൻഡിന് സമാനമായത് ഏതാ? ഓപ്ഷൻ സി ആണ്. അല്ലെ, 1 വാട്ടാണ്. 1 വാട്ടാണ്. 71, 1 ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ എത്രയാണ്?
ഒരു കുതിരശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 746 വാട്ടാണ്. ഓപ്ഷൻ ഡി ആണ്, 746 വാട്ടാണ്. ഇനി പവറിന്റെ മെക്കാനിക്കൽ യൂണിറ്റ് എന്താണ്? പവറിന്റെ മെക്കാനിക്കൽ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഒരു ഹോഴ്സ് പവർ അല്ലെങ്കിൽ കുതിരശക്തി എത്ര വാട്ടാ? 746 വാട്ട്. പവറിന്റെ യൂണിറ്റ് എന്താ? ജൂൾ പെർ സെക്കൻഡ് അല്ലെ, തന്നിരിക്കുന്നതിൽ ജൂൾ പെർ സെക്കൻഡ്. 74 ലോകത്തിൽ ഉപയോഗിക്കുന്ന ഊർജ്ജങ്ങളിൽ ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഊർജ്ജത്തിന്റെ അളവ് എത്രയാണ്? ലോകത്തിൽ ഉപയോഗിക്കുന്ന ഊർജ്ജങ്ങളിൽ ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഊർജ്ജത്തിന്റെ അളവ് ചോദിച്ചാൽ എത്രയാ? 90%. ഓപ്ഷൻ സി 90%. സൂര്യനിലെ ഊർജ്ജ ഉൽപാദനത്തെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ നമ്മൾ പറഞ്ഞതാണ് വില്യം ഹാൻസ്ബർഗ്. 76 കൃത്രിമ ഉപഗ്രഹങ്ങളുടെയും ബഹിരാകാശ വാഹനങ്ങളുടെയും മുഖ്യ ഊർജ്ജ സ്രോതസ് ഏതാണ്? കൃത്രിമ ഉപഗ്രഹങ്ങളുടെയും ബഹിരാകാശ വാഹനങ്ങളുടെയും മുഖ്യ ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്നത് എന്താ? സൂര്യനാണ് അല്ലെ. എന്താ? സൂര്യനാണ്. സൂര്യൻ വഴി എന്താണ്? സൗരോർജ്ജമാണ്. ഓപ്ഷൻ ഡി ആണ്, സൗരോർജ്ജമാണ്. 77 ഭൂമിയിലെ ഊർജ്ജത്തിന്റെ ഉറവിടം എന്നറിയപ്പെടുന്നത് സൂര്യനാണ്. ജ്വലനത്തിന് സഹായിക്കുന്ന വാതകം നമ്മൾ പറഞ്ഞു ഓക്സിജൻ ആണ്. ഇന്ധനങ്ങളിൽ നിന്ന് ഊർജ്ജം പുറത്തു വരുന്ന പ്രക്രിയ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ധനങ്ങളിൽ നിന്ന് ഊർജ്ജം പുറത്തു വരുന്ന പ്രക്രിയ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ്, ജ്വലനം എന്നാലേ. ഓപ്ഷൻ ബി ജ്വലനമാണ്. 80 വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ഏത്? ഏവിയേഷൻ ഫ്യൂവൽ ആണ്. 81 ദ്രാവക ഇന്ധനങ്ങൾ വേർതിരിച്ചെടുക്കുന്നത് എന്തിൽ നിന്നാണ്? ദ്രാവക ഇന്ധനങ്ങൾ വേർതിരിച്ചെടുക്കുന്നത് എന്തിൽ നിന്നാണ്? ഓപ്ഷൻ ബി ആണ്, പെട്രോളിയത്തിൽ നിന്നാണ്. 82 കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കൾ ഏതാ? അതാണ് ഇന്ധനങ്ങൾ അല്ലെ, ഇന്ധനങ്ങൾ. 83 ഒഴുകുന്ന ജലം, പായുന്ന ബുള്ളറ്റ് എന്നിവയിലെ ഊർജം ഏതാ? ഓപ്ഷൻ എ ആണ്, ഗതികോർജമാണ്. 84 ജലസംഭരണിയിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ജലത്തിന് ലഭ്യമാകുന്ന ഊർജം ഏതാണ്? ജലസംഭരണിയിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ജലത്തിന് ലഭ്യമാകുന്ന ഊർജം ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ്, സ്ഥിതികോർജമാണ്. 85 ഒരു വസ്തുവിൽ സ്ഥാനം കൊണ്ട് രൂപീകൃതമാകുന്ന ഊർജം ഏതാണ്? ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് രൂപീകൃതമാകുന്ന ഊർജമാണ് ഏത്? സ്ഥിതികോർജം അല്ലെ. ഓപ്ഷൻ ഡി ആണ്, സ്ഥിതികോർജമാണ്. സ്ഥാനം കൊണ്ട് സ്ഥിതികോർജം ശരിയല്ലേ. 86 ഊർജ്ജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ച് നമ്മൾ പറഞ്ഞതാണ് ആരായിരുന്നു? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഇനി ഊർജം എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തിയും നമ്മൾ പറഞ്ഞു ആരായിരുന്നു? തോമസ് യങ് ആണ്. ഊർജത്തിന്റെ യൂണിറ്റ് തന്നിരിക്കുന്നതിൽ ഊർജത്തിന്റെ യൂണിറ്റ് ഏതാ? ജൂളാണ്. 89 100 ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ ഉയർത്താൻ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവ് നമ്മൾ പറഞ്ഞു അല്ലെ, 1 ജൂളാണ് അല്ലെ, 1 ജൂളാണ്. ഇനി ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നതിന്റെ ഫലമായിട്ട് ആ വസ്തുവിന് ബലം പ്രയോഗിച്ച ദിശയിലുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് ഡാഷ്. ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നതിന്റെ ഫലമായിട്ട് ആ വസ്തുവിന് ബലം പ്രയോഗിച്ച ദിശയിലുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് എന്തെന്ന് പറയുന്നത്? പ്രവൃത്തിയിൽ നമ്മളൊരു പ്രവൃത്തി ചെയ്തു എന്ന് പറയാം. 91 ഒരു വാട്ട് അവർ എന്ന് പറഞ്ഞാൽ എത്ര ജൂളാണ്? ഒരു വാട്ട് അവർ എന്ന് പറഞ്ഞാൽ എത്ര ജൂളാണ്? 3600 ജൂളാണ് അല്ലെ, 3600 ജൂളാണ്. 92 സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ പാർലമെന്റ് ഏതാണ്? സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ പാർലമെന്റ് ആണ് ഏത്? പാകിസ്ഥാൻ പാർലമെന്റ്. ഓപ്ഷൻ ഡി ആണ്, പാകിസ്ഥാൻ പാർലമെന്റ്. 93ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യമാണ്. ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജ അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ്? ലോകത്തിലെ ആദ്യത്തെ സൗരോർജ്ജ അന്താരാഷ്ട്ര വിമാനത്താവളം നമുക്കറിയാം ഏതാ? നെടുമ്പാശ്ശേരി വിമാനത്താവളമാണ്, അല്ലെങ്കിൽ സിയാലാണ് അല്ലെ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടാണ്.